السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. ഇസ്ലാമിക ആശയങ്ങൾക്ക് ആദർശവും നിലപാടും നഷ്ടപ്പെടുന്ന പുതിയ കാലത്ത് ഏറെ ചർച്ചയാകുന്ന വിഷയമാണ് മൗലിദാഘോഷം. സമീപകാലത്ത് അവാന്തര വിഭാഗങ്ങളുമായി ഏറെ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്നും ബിദ്അകൾ വാദിച്ചു കൊണ്ടിരിക്കുന്നത് മൗലിദാഘോഷം ബിദ്അത്താണെന്നാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ് എന്ന ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് ഇന്നും ബിദ്അകൾ വാദിച്ചു കൊണ്ടിരിക്കുന്നത് മൗലിദാഘോഷം ബിദ്അത്താണെന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ, ബിദ്അത്ത് രണ്ട് വിധമാണ്. ഒന്ന് ബിദ്അത്തുൻ ലുഗവിയ്യ, മറ്റൊന്ന് ബിദ്അത്തുൻ ശർഇയ്യ. എന്താണ് ബിദ്അത്തുൻ ലുഗവിയ്യ എന്ന് പറഞ്ഞാൽ, ഒരു കാര്യത്തെ പുതുതായി ചെയ്യുന്നതിനാണ് ബിദ്അത്തുൻ ലുഗവിയ്യ എന്ന് പറയുന്നത്. ഇതൊരിക്കലും ളലാലത്താകുന്നില്ല. കാരണം നമുക്ക് സ്വഹാബത്തെ കിറാമിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആണ് തറാവീഹ് ജമാഅത്തായി നിസ്കരിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഖുർആനിനെ ജംഅ ചെയ്തത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ജുമഅക്ക് രണ്ടാം ബാങ്ക് വിളിച്ചത്. ഇതൊന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഉണ്ടായ ഒരു സംഗതിയല്ല. ഇത് പിന്നീട് പുതുതായി ചെയ്ത ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇതൊരിക്കലും ളലാലത്താകുന്നില്ല. എന്നാൽ എന്താണ് ബിദ്അത്തുൻ ശർഇയ്യ എന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട ഹിജ്റ 154 വഫാത്തായ ഇമാമുൽ അഇമ്മ ഇമാമുന ശാഫിഈ 254 വഫാത്തായ ഇമാമുൽ അഇമ്മ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ബൈഹഖി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ബൈഹഖി ഇമാം അവിടുത്തെ മനാഖിബു ഷാഫിഈ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി കാണാം, മാ അഹദസ യുഖാലിഫു കിതാബൻ ഔ സുന്നതൻ ഔ അസറൻ ഔ ഇജ്മാഅ. അഥവാ വിശുദ്ധ ഖുർആനിനോടോ തിരുസുന്നത്തിനോടോ അസർ ഇജ്മാഇനോടോ എതിരായ ഒന്നിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. എന്നാൽ മൗലിദാഘോഷം എടുത്തു നോക്കിയാൽ അത് ഖുർആനിനോടെതിരല്ല, സുന്നത്തിനോടെതിരല്ല, അസറിനോടെതിരല്ല, ഇജ്മാഇനോടെതിരല്ല. അതുകൊണ്ട് മൗലിദാഘോഷം ഒരിക്കലും ബിദ്അത്താണെന്ന് പറയാൻ പാടില്ല. കാരണം ഖുർആനും സുന്നത്തും മൗലിദാഘോഷം അത് ബിദ്അത്തല്ല, മൗലിദാഘോഷത്തിന്റെ പ്രമാണങ്ങളിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ യൂനിസിന്റെ 58-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു എന്നാണ്. എന്താണ്? അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, അവന്റെ ഫദ്ല് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. എന്നാൽ ഈ ആയത്തിന് തഫ്സീർ കൊടുക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് തങ്ങൾ. ഈ ആയത്തിന് തഫ്സീറായി പറയുന്നുണ്ട്, ഫദ്ലുല്ലാഹി അൽ ഇൽമു വ റഹ്മതുഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയുള്ള ഈ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത്. ഇതിനും പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നു, ഇന്നമാ അന റഹ്മത്തും മുഹ്ദാത്ത്, അല്ലാഹു സമർപ്പിക്കപ്പെട്ട ഒരു റഹ്മത്താണ് ഞാനെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വ അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദിസ്, നിങ്ങൾ റബ്ബിന്റെ നിഅമത്ത് നിങ്ങൾ വിളിച്ചു പറയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഹാവിയുൽ ഫതാവയിൽ പറയുന്നു, ഈ നിഅമത്ത് കൊണ്ടുള്ള ഉദ്ദേശം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവിയുടെ ഉസ്താദും പണ്ഡിതനുമായിരുന്ന ഇമാം അബൂ ശാമ അവിടുത്തെ അൽ ബിദ്അ വൽ ഹവാദിസ് അൽ ബാഇസു അലൽ ഇൻകാർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, വമിൻ അഹ്സനി മബ്തുദിഅ ഫീ സമാനിനാ ഹാദാ മാ യഫ്അലു ഫീ കുല്ലി ആം. ഇക്കാലത്ത് ചരിയുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല പുണ്യകർമ്മം എന്ന പേരിലാണ് മൗലിദാഘോഷം അറിയപ്പെടുന്നത്. മൗലിദാഘോഷത്തിനെയും നബിദിനാഘോഷത്തെയും പരിചയപ്പെടുത്തുന്നത്.
ഇത്ര സമ്പുഷ്ടമായിരിക്കെ ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിനെയും അവിടുത്തെ ജന്മദിനത്തിനെയും ആഘോഷിക്കാതിരിക്കാൻ സാധിക്കുക? ഇതാണ് ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീൻ ഹനഫി ചോദിക്കുന്നത്. കൈഫ ലാ യഫ്റഹുൽ മുഅ്മിനു ബിമൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുഅ്മിൻ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മൗലിദിനെയും അവിടുത്തെ ജന്മദിനത്തെയും ആഘോഷിക്കാതിരിക്കുക? അതുകൊണ്ട് ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രാമാണിക ബലം മൗലിദാഘോഷത്തിനുണ്ട്. അതുകൊണ്ട് മൗലിദാഘോഷം ബിദ്അത്തല്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി തരും എന്ന പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുറേ അമ്പിയാക്കന്മാർ വന്നിട്ടുണ്ട്. ആ അമ്പിയാക്കന്മാരുടെ മേൽ തങ്ങൾ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അവരുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജന്മദിനം ഇങ്ങനെ ശറാണ്ടോ അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജന്മദിനത്തിൽ ഒരു ആഘോഷവും ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല. അപ്പോൾ എന്നാൽ ഹശ്ർ സൂറത്തിന്റെ 7-ാം വചനം പറയുന്നുണ്ട്, നബി തങ്ങൾ കൊണ്ടുവന്നൊക്കെ നിങ്ങൾ പിടിച്ചോളി, നബി തങ്ങൾ ചെയ്യാത്തതോ ഫൻതഹു, അത് നിങ്ങൾ ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. നബി തങ്ങൾ അമ്പിയാക്കന്മാരുടെ മൗലിദൊന്നും ചെയ്തിട്ടില്ല. ഈ നബി തങ്ങളാവുന്ന റസൂലിന്റെ മൗലിദ് ആഘോഷിക്കേണ്ട എന്നത് ഹശ്ർ സൂറത്തിന്റെ 7-ാം വചനത്തിൽ നിന്ന് പിടിക്കുന്നതാണ്. നബി തങ്ങൾ ചെയ്യാത്ത ഒന്നിനെ ഫൻതഹു, നിങ്ങൾ ഉപേക്ഷിച്ചോളി എന്ന് ഹശ്ർ സൂറത്തിന്റെ 7-ാം വചനം പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ശ്രദ്ധിക്കുക, ലോവർ സോൺ വിദ്യാർത്ഥികൾ ഭക്ഷണത്തിന് വേണ്ടി ഒട്ടുപുരയിലേക്ക് പോകേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിനു മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ടല്ലോ. ആ പ്രവാചകന്മാരുടെ ജന്മദിനമൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഘോഷിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്കും ആഘോഷിക്കാൻ പാടില്ല. വമാ നഹാക്കും അൻഹു ഫന്തഹു എന്നല്ലേ നിങ്ങളെ വിരോധിച്ചത്, നിങ്ങളോട് വിരോധിച്ചതിന് നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഒഴിവാക്കൂ എന്നല്ലേ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലോ ഖുർആനിലോ അത്തരത്തിൽ മൗലിദാഘോഷത്തെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് ആഘോഷിക്കുന്നതിനെ എവിടെയും ആഘോഷിക്കരുത് എന്ന് എവിടെ ഒരു തെളിവിലും കാണൂല, ഒരു പ്രമാണത്തിനും ഇല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ തന്നെ ഉണ്ട് ബിദ്അത്തുൻ ഹസന കൊണ്ടുവരണമെന്ന്. എങ്ങനെ? മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ, ഒരു പുതിയൊരു സുന്നത്ത് ഇസ്ലാമിൽ നിങ്ങൾ ഒരു പുതിയൊരു ചര്യ നിങ്ങൾ കൊണ്ടുവന്നാൽ ആ ചെയ്യുന്ന ആൾക്ക് അതിന്റെ അജ്റുണ്ട്, അതിനെ ഏറ്റുപിടിക്കുന്നവർക്കും ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിമിലുള്ള ഹദീസാണ്. ശറഹ് മുസ്ലിമിൽ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, ഫീഹി അൽ ഹസ്സു അലൽ ഇബ്തിദാഇ ബിൽ ഖൈറാത്ത്. ഈ ഒരു ഹദീസിലുണ്ട് അൽ ഹസ്സു അലൽ ഇബ്തിദാഇ ബിൽ ഖൈറാത്ത്, നന്മയുള്ള കാര്യങ്ങളെ കൊണ്ട് തുടങ്ങലും പുതിയതായി ഉണ്ടാക്കലുമൊക്കെ പ്രേരിപ്പിക്കുന്നുണ്ട് ഈ ഹദീസ് എന്ന്. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്തത് ചെയ്തുവെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരിക്കാൻ മുന്നിട്ട് വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തത് ചെയ്തു എന്ന് പറയേണ്ടി വരും. ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് ഒരു ഇമാമിന്റെ കീഴിലാക്കി. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതുപോലെ പല കാലങ്ങളിലും ഇത്തരത്തിലുള്ള ബിദ്അത്തുൻ ഹസന കാണാം. അപ്പൊ ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്തതാണ്. അതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കണമെന്ന് പറയുന്നതിൽ യാതൊരു വിധ അർത്ഥവുമില്ല. ഷാഫി ഇമാം പറയുന്നുണ്ട്, സലഫുകൾ ചെയ്തിട്ടില്ല എങ്കിലും അത് ചെയ്യാമെന്ന്. ഈ സലഫുകൾ ചെയ്തിട്ടില്ല എങ്കിലും എന്നോർത്ത് അതിനൊക്കെ ഇല്ലത്തായി പറയുന്നത് എന്താ? അവർക്ക് അതിനേക്കാൾ അഫ്ദലായ ഒരു കാര്യം അവിടെ ഉണ്ടാവല്ലോ, അതുകൊണ്ടാണ് അവർ ചെയ്യാത്തത് എന്ന്. അപ്പോൾ നബിദിനം എന്നുള്ളത് ഫദലല്ല, അതിനേക്കാൾ ഫദലാണെങ്കിൽ ചെയ്യൂലേ. ഈ അഫ്ദൽ അത് ഇല്ല, ഫദലല്ലാത്തത് കൊണ്ടാണ് അവർ ചെയ്യാത്തത്, ഈ സലഫുകൾ അത് ഉപേക്ഷിച്ചത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നബിദിനാഘോഷം എന്ന് പറയുന്നത് ഈ ഒരു ചട്ടക്കൂടിൽ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. സ്വഹാബത്തും ഈ നബിദിനാഘോഷത്തിന്റെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്
മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തഅലീമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ എന്താണ്? ഈ മൗലിദാഘോഷത്തിൽ ഉൾപ്പെട്ടതാണ്. അപ്പൊ ഈ ഒരു ചട്ടക്കൂടിൽ ദഫ്മുട്ടൽ പോലെയുള്ള നമ്മൾ ഈ ആഘോഷിക്കുന്ന മഹബത്ത് പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ ഒരു പക്ഷേ ഉണ്ടായിക്കോണമെന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അന്തസ്സത്തുള്ള ഈ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഷാഫിഈ ഇമാം അഫ്ളല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ തന്നെ ഉണ്ടതൊക്കെ. അപ്പോ അഫ്ളലായ കാര്യമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തേ ഖുർആൻ ക്രോഡീകരിച്ചില്ല? അപ്പൊ അഫ്ളൽ അല്ലാത്ത കാര്യമായിരുന്നോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തത്? ചോദ്യത്തിന് മാർക്കുണ്ട് കേട്ടോ. മാർക്ക് കുറയാനുള്ള സാധ്യത ഉണ്ട് നിങ്ങൾക്ക്. ചോദ്യമില്ലേ? ഞാൻ ചോദിക്ക്. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. മലിക്കുൽ മുദഫർ രാജാവ് അദ്ദേഹമാണല്ലോ മൗലിദാഘോഷം കൊണ്ടുവന്നത്. എന്നാൽ മലിക്കുൽ മുദഫർ രാജാവ് ഒരു ഷീഈ വിശ്വാസിയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഷിയാ വിശ്വാസമാണ് നിങ്ങളിവിടെ ആചരിച്ചു വരുന്നത്. ഇതുപോലെ മുഹറം 10 ഷിയാക്കൾ ആചരിക്കുന്നത് പോലത്തെ ഒരു ആചാരം, അതാണ് നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിൽ നിങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നത്. എന്താണ് പറയാനുള്ളത്? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ എന്ന് തഴവ ഉസ്താദ് പറഞ്ഞതിന് ശേഷം ആ മൗലിദ് കഴിക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്. ആ മൗലിദ് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെ കുറിച്ച് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തത്, മുളഫർ രാജാവാണല്ലോ തുടങ്ങിയത് എന്നാണ്. മുളഫർ രാജാവ് ആരെയാണ് പിൻപറ്റിയത് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. മുളഫർ രാജാവ് മോശപ്പെട്ട ആളാണ്, ഷിഈ വിശ്വാസക്കാരനാണ്. നിങ്ങൾ ഏത് ചരിത്ര ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ പറയുന്നു? ഇബ്നു കസീർ എന്ന് പറയുന്നയാൾ, ഇബ്നു തൈമിയയുടെ ശിഷ്യൻ, അദ്ദേഹത്തിന്റെ താരീഖിൽ പറയുന്നു, ആര് ഈ കാന യഅമലുൽ മൗലിദ ശരീഫ് ഫീ റബീഉൽ അവ്വൽ, റബീഉൽ അവ്വലിൽ മൗലിദ് കഴിച്ചിരുന്നു എന്നും ആള് ആലിമായിരുന്നു എന്നും ആദിലായിരുന്നു എന്നും ആഖിലായിരുന്നു എന്നും ഇബ്നു കസീർ പറയുന്നു. ചരിത്ര ഗ്രന്ഥങ്ങളിലോ മറ്റേതെങ്കിലും കിതാബുകളിലോ എവിടെയും മുദഫർ രാജാവ് ഷിഈ വിശ്വാസക്കാരനായിരുന്നെന്നോ പ്രചരിപ്പിച്ചയാളായിരുന്നെന്നോ അല്ല. ഇനി ഷിയാക്കളാണെന്ന് വിചാരിക്കട്ടെ. ഷിയാക്കൾ തന്നെയാണ് ഈ അമൽ മൗലിദ് മഹബ്ബത്തുൻ നബിയും തഅദീമും ഒക്കെ കൊണ്ട് ചെയ്തത്. ഷിയാക്കൾ ചെയ്തു എന്നത് കൊണ്ട് സുന്നികൾ ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഷിയാക്കൾ ചെയ്തു അതുകൊണ്ടത് ബിദ്അത്ത് എന്നുള്ളതിൽ എന്താ അർത്ഥമുള്ളത്? ഉമർ ബിൻ മുഹമ്മദ് മുല്ല എന്ന് പറയുന്ന ആളാണ്, അദ്ദേഹം ചെയ്തിരുന്നു. അദ്ദേഹത്തെ പിൻപറ്റിയിട്ടാണ് മുളഫർ രാജാവ് അത്തരത്തിലുള്ള വലിയ മൗലിദുകൾ സംഘടിപ്പിച്ചത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. അബൂ ശാമ റളിയല്ലാഹു അൻഹു പറയുന്നു. ആരാണ് അബൂ ശാമ റളിയല്ലാഹു അൻഹു? ഷെയ്ഖു നവവി ഇമാമിന്റെ ഉസ്താദാണ്, ഷെയ്ഖാൻ. അപ്പോ മുല്ല ഉമർ ബിൻ മുഹമ്മദ് മുല്ല എന്ന് പറയുന്ന ആള് സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളാണെന്നും എന്ത് ചെയ്യുന്നുണ്ട്? വബിഹി ഇഖ്തദാ ഫീ ദാലിക സാഹിബ് ഇർബൽ. ഈ മുളഫർ രാജാവ് പിൻപറ്റിയത് ആരെയാണ്? ഈ ഉമർ മുല്ല എന്ന് പറയുന്ന ആളാണ്, അല്ലാതെ അദ്ദേഹത്തിന്റെ വകയല്ല, ഷിഈ വിശ്വാസവും അല്ല. നിങ്ങൾ നബിദിനാഘോഷവും മൗലിദാഘോഷവും എല്ലാം നടത്തുന്നതിൽ പ്രധാനപ്പെട്ട് ഓതുന്ന ഒരു മൗലിദാണല്ലോ മങ്കൂസ് മൗലിദ്. ഈ മങ്കൂസ് മൗലിദിൽ തന്നെ തെറ്റാണ് അവർ ഓതുന്നത്. വജഅൽനി ഫി സുൽബി നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മുതുകിലായിരുന്നു ആ കപ്പലിൻ്റെ അവസരത്തിൽ എന്ന് പറയുന്നുണ്ട്. അവിടെ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ സാം ആ കപ്പലിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പലിലാണെന്ന് പറയുന്നത്. നൂഹ് നബി ഇസ്ലാമിൻ്റെ മുതുകിലാണെന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പച്ചക്ക് കളവാണ് നിങ്ങൾ ഓരോ നബിദിനാഘോഷത്തിൽ ഓതിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
മൗലിദാഘോഷം ബിദ്അത്ത് എന്ന ബിദ്അത്തോ അല്ലേ എന്നുള്ള വിഷയസംബന്ധിയായിട്ടാണ് ഈ സംവാദം നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ സംവാദത്തിൽ പരിഗണിക്കുകയുള്ളൂ. ഒരു ചോദ്യം കൂടി ചോദിക്കാം. ആ ചോദ്യം ഇല്ല. ഇന്ന് കാണുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഈ മാല ബൾബൊക്കെ തൂക്കിയിട്ട് കൂടുതൽ പൈസ ഒക്കെ ചെലവാക്കിയിട്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും പാവങ്ങളെ സഹായിക്കാതെ ഗസയിലെ ധാരാളം മക്കള് ചോര വാർന്നൊലിച്ച് ഭക്ഷണമൊന്നും കിട്ടാത്ത അവസരത്തിൽ ഇന്ന് ഭക്ഷണം മൗലിദിന്റെ പേരിൽ നടത്തുന്ന മൗലിദാഘോഷം അതിന് ഇത്താമ നടത്തുകയും അതിലെ ഭക്ഷണങ്ങൾ വേസ്റ്റ് ആക്കുകയും മാലവൾബ് തൂക്കി പൈസ ചെലവാക്കുകയും ചെയ്യുന്നു. ഇതിനൊക്കെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വെറുതെ ആവശ്യമില്ലാതെ ബൾബുകൾ ഉപയോഗിക്കുന്നു, ആവശ്യമില്ലാതെ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്തിനെ പ്രകാശിപ്പിക്കുകയാണ്. അത് ഇബാദത്താണ്. ആ ഇബാദത്ത് എത്രയാവാം. ഇനി ഇസ്രാഫ് ആവുന്നതിലാണ് നിങ്ങൾക്ക് സംശയമെങ്കിൽ ഇസ്രാഫ് ഉണ്ടാവുക എവിടെയാ? ഹലാലല്ലാത്ത വിഷയങ്ങളിലാണ് ഈ വിഷയം ഉണ്ടാവുക. തുഹ്ഫയിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് കൊണ്ട് ലൈറ്റ് തൂക്കുന്നത് കൊണ്ടോ ഭക്ഷണം വിതരണം ചെയ്യുന്നത് കൊണ്ടോ മറ്റേത് രൂപത്തിലുള്ള ആഹ്ലാദ പ്രകടനം എത്ര നടത്തുന്നത് കൊണ്ടും ഒരു കുഴപ്പവുമില്ല. മഹാന്മാരായ തദ്കിറത്തുൽ മുഹിബ്ബീൻ പോലെയുള്ള കിതാബുകളിൽ ഈ വിഷയത്തെ അധികരിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഇവിടെ വായിക്കാം. എൻ്റെ കാലശേഷം ജീവിക്കുന്നവർ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? തമസ്സകു ഫഅലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫാഇർ റാഷിദീൻ അൽ മുഹ്തദീൻ അൽ മഹ്ദിയീൻ. എൻ്റെയും എൻ്റെ ഖുലഫാഉർ റാഷിദിൻ്റെയും ചര്യയെ നിങ്ങൾ പിൻപറ്റുക എന്നുള്ളതാണ്. ഈ ഖുലഫാഉർ റാഷിദീങ്ങൾ ആരും ഇന്ന് സുന്നികൾ നടത്തുന്ന പോലത്തെ ഒരു മൗലിദാഘോഷമോ ആ രീതിയിൽ നടക്കുന്ന ഒരു പരിപാടി നടത്തിയതായിട്ട് കാണുന്നില്ല. നിങ്ങൾ ഇവിടെ വിഷയം അവതരിപ്പിച്ചപ്പോൾ മറ്റേ ഖുർആന് ക്രോഡീകരിച്ച കാര്യമൊക്കെ പറഞ്ഞു, അതൊക്കെ ഖുലഫാഉർ റാഷിദീങ്ങൾ ചെയ്താണ്. പക്ഷെ അവരാരും ഇങ്ങനത്തെ രീതിയിലൊരു മൗലിദാഘോഷമോ മറ്റോ നടത്തിയതായിട്ട് കാണുന്നില്ല. അപ്പൊ അതിനെന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ചെയ്യുന്ന ഈ അമലുൽ മൗലിദ് ബിദ്അത്തുൻ ഹസനയാണ്. ഈ ബിദ്അത്തുൻ ഹസന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഖുലഫാഉർ റാഷിദുകളിൽ 4 ആളും ചെയ്തു കാണിച്ചിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ പറഞ്ഞത്? മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ. ഈ ഇസ്ലാമിൽ നിങ്ങൾ പുതിയൊരു നല്ലൊരു ചര്യ കൊണ്ടുവരിക. ആ ചര്യ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം എന്താ? ബിദ്അത്തുൻ ഹസനയാണ്. ആ ബിദ്അത്തുൻ ഹസന ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുന്നു. സഹാബത്ത് ഖുലഫാഉർ റാഷിദുകളിൽ ഒന്നാമനായ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മൾക്ക് എന്ത് ചെയ്തു? ബിദ്അത്തുൻ ഹസന ചെയ്ത് കാണിച്ചു തന്നു. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാലം വരെ ഖുർആൻ ക്രോഡീകരിക്കാനോ അത്തരത്തിലോ എഴുതരുതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ക്രോഡീകരിക്കാൻ പറഞ്ഞിട്ട് പോലുമില്ല. ആ പറയാത്ത കാര്യം എന്ത് ചെയ്തു? അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ ചെയ്യുന്നത്? കൈഫ തഫ്അലു ഷൈഅൻ മാ ലം തഫ്അലു സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്അലു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത കാര്യം എന്ത് ചെയ്തു? അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തു. വല്ലാഹി ഖൈറുൻ, അതിൽ ഖൈറുണ്ട് എന്നാ പറഞ്ഞത്, ഖൈറായ കാര്യം പറഞ്ഞത്. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു അതുപോലത്തെ പല 4 ഖുലഫാഉർ റാഷിദുകളും ചെയ്തിട്ടുണ്ട്. ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉദ്ധരിക്കുന്ന ഒരു ഇബാറത്ത് ഉണ്ട്, കുല്ലു മാ ലഹു മുസ്തനദുൻ മിനശ് ശർഇ ലൈസ ബിദ്അത്തിൻ ശർഇയ്യ. ശർഇൽ ഒരു മുസ്തനദുള്ള കാര്യമാണോ അതൊരിക്കലും ശർഇയ്യായ ബിദ്അത്താവൂല. ഇനി കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാലും ആ ബിദ്അത്തൊക്കെ ശർഇയ്യായ ബിദ്അത്താണ്. ആ വിഷയത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് പറയുന്നുണ്ട്,
മൻ ഇബ്തദഅ ബിദ്അതൻ ലാ യർളാഹു അല്ലാഹു വറസൂലുഹു. ഇതാണ് അതിന്റെ നിർവചനം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ബിദ്അത്ത് എന്താന്ന് നിർവചിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ശറഇൽ മുസ്തനദുള്ള ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഈ പറയുന്ന മൗലിദാഘോഷത്തിന് ശറഇൽ കൃത്യമായ മുസ്തനദുകളുണ്ട്. ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് വിശദീകരിച്ച് നിങ്ങൾ പറഞ്ഞു തന്നെ ഉള്ളൂ. ആ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടില്ല. എങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. അൽ ഹാഫിദ് അൽ അസ്കലാനി ഇമാമിൻ്റെ ഒരു ഇബാറത്ത്, ഇനി മൗലിദാഘോഷം കഴിക്കുകയാണെങ്കിൽ തന്നെ അതിൽ എന്തിൻ്റെ കാര്യങ്ങൾ തിലാവത്തുൽ ഖുർആന്, അതുപോലെ തന്നെ ഇത്ആമു സ്വദഖ, അക്കാര്യങ്ങളുടെ മേൽ മാത്രം ചുരുക്കണം. ഇതുപോലത്തെ കാര്യങ്ങളിൽ മാത്രം ചുരുക്കി വേണം ആ കർമ്മങ്ങളൊക്കെ നടത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒന്നും ഒരിക്കലും നിങ്ങൾ നടത്തുന്ന പോലത്തെ വിപുലമായ രീതിയിലുള്ള പരിപാടികളോ മറ്റോ നടത്താൻ കൽപ്പിക്കുന്നില്ല. അപ്പോൾ ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അത് ആ ഭാഗത്തുള്ളത് മാത്രം വായിച്ചിട്ടാണ്. മഹാനായ 911 വഫാത്തായ സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു മഹാനവർകൾ അതിന് ശേഷം പറയുന്നുണ്ട്. ഹുസ്നുൽ മഖ്സദിലെ 3-4 പേജ് ഇങ്ങോട്ട് മറിച്ചാൽ കാണാം. ഫയുസ്തഹബ്ബു ലനാ അയ്ളൻ ഇൽഹാറു ശുക്രി ബിമൗലിദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിലാദത്ത് കൊണ്ട് ശുക്ർ ചെയ്യുന്നതിനെ പ്രകടിപ്പിക്കാം. ബിൽ ഇജ്തിമാഇ വ ഇത്ആമി ത്വആം, ഫുഡ് കൊടുക്കുക. വനഹവി ദാലിക മിൻ വുജൂഹിൽ ഖുർബാത്ത്, ഖുർബാത്തുകളിൽ നിന്നുള്ള പല വിഷയങ്ങളിലും ചെയ്യാം. വ ഇൽഹാറുൽ മസറാത്ത്, ആഘോഷങ്ങളും ഇതുപോലുള്ള പരിപാടികളും ആവാം എന്ന് നിങ്ങൾ പറഞ്ഞ ആ സുയൂത്തി ഇമാം ആ കിതാബിൽ തന്നെ മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. അത് സുന്നത്താണെന്നും പറഞ്ഞിട്ടുണ്ട്.